NCERTയിലുള്ള സോൾവ്ഡ് ക്വസ്റ്റ്യനാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. എക്സാമ്പിൾ 3.5 ഒരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. ആ നെറ്റ്വർക്കിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ, അതുപോലെ ഒബ്റ്റെയിൻ ദി വോൾട്ടേജ് ഡ്രോപ്പ് VAB, VBC ആൻഡ് VCD. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം ഒന്ന് വരയാം. ഇത് വരുന്നപ്പോൾ ഇതിലൂടെ കറണ്ട് സെല്ല് 16 വോൾട്ട് സെല്ലാണ്, അതിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്ത് പോവാണ്. നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഈ റെസിസ്റ്റൻസിനെല്ലാം നമ്മളൊരു പേര് കൊടുക്കുന്നു. R1, R2, R3, R4, R5, അതേപോലെ R6. ഈ കറണ്ട് ഇതിലൂടെ പാസ് ചെയ്ത് പോയി ഈ ജംഗ്ഷനിലെത്തിയപ്പോൾ എന്തായി, രണ്ട് റെസിസ്റ്ററിലൂടെ സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, കറണ്ട് ഈ രണ്ട് കോമ്പിനേഷൻ പാരലൽ കോമ്പിനേഷനാണ് അല്ലേ. പിന്നെ ഇതും എന്താണ്, പാരലൽ കോമ്പിനേഷനാണ്. എങ്ങനെയാണ് അത് മനസ്സിലായത്? അതാണ് ഞാൻ പറഞ്ഞത്. കറണ്ട് പാസ് ചെയ്ത് വന്നു, ഈ ഒരു പോയിന്റിൽ എത്തിയിട്ടാകുമ്പോൾ അവിടെ നിന്ന് ആ കറണ്ട് എന്താവുന്നു, ആ ജംഗ്ഷന് അത് സ്പ്ലിറ്റ് ആവുന്നു, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. നമുക്ക് ആ ജംഗ്ഷനാണ് പേര് കൊടുക്കാം A, B, ക്വസ്റ്റ്യനിലുള്ളത് പോലെ തന്നെ C ആൻഡ് D. കറണ്ട് സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് പാരലൽ കോമ്പിനേഷനാണ്. സീരീസ് ആണെങ്കിൽ കറണ്ട് സെയിം ആയിട്ട് വരുമായിരുന്നു അല്ലേ. നമ്മളിവിടെ കോമ്പിനേഷൻ ഇങ്ങനെയുള്ള നെറ്റ്വർക്ക് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഓരോ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, ഓരോ ചെറിയ ചെറിയ കോമ്പിനേഷൻസിൻ്റെയും എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടിട്ട് അത് റീഡ്രോ ചെയ്യണം. ഈ 6 റെസിസ്റ്ററുള്ള ഈ സർക്യൂട്ടിനെ നമ്മൾ ഒറ്റ റെസിസ്റ്ററുള്ള ഒരു സർക്യൂട്ടാക്കി ലാസ്റ്റ് മാറ്റി വരയണം. അപ്പോൾ ആദ്യം ഈ പാരലൽ കോമ്പിനേഷൻ R1, R2 പാരലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. രണ്ടും 4 ohm ആണ്. ഇപ്പോൾ 2 ഈക്വൽ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്താൽ R/N അതാണ് അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അതായത് 4/2. രണ്ടും 4 അല്ലേ, അപ്പോൾ 4/2 ദാറ്റ് ഈസ് 2 ohm കിട്ടും. വേണമെങ്കിൽ നമുക്കത് ഇവിടെ എഴുതാം. R1 പാരലൽ R2. ഇനി അവിടെ ആ ജംഗ്ഷൻ അടുത്തത് 1 ohm റെസിസ്റ്റൻസ്, സിംഗിൾ റെസിസ്റ്റൻസ് ആണ് അല്ലേ, 1 ohm റെസിസ്റ്റൻസ്. അത് ഇതുമായിട്ട് സീരീസിലാണുള്ളത്, 1 ohm. എഗെയിൻ അടുത്ത കോമ്പിനേഷൻ R4, R5 പാരലാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. 12, 6 പാരലാകുമ്പോൾ നമ്മൾ 12 × 6/12 + 6. 12 × 6 എന്ന് പറയുമ്പോൾ 72/12 + 6 18. അതെത്ര വരിക, 72/18. $12 × 6/12 + 6 72/18 എന്ന് പറയുമ്പോൾ 4 ohm കിട്ടും. ഓക്കെ, എഗെയിൻ നമ്മൾ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്ത് വരയുന്നു. സെല്ല് 1 ohm ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വരച്ചു. ഇനി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ കറണ്ട് ഈ സെല്ലിലൂടെയുള്ള കറണ്ട് പാസ് ചെയ്ത് പോകുന്നു. 2 ohm 1 ohm അല്ലേ, സിംഗിൾ പാത്താണ്. അപ്പോൾ എല്ലാവരിലൂടെയും ഒരേ കറണ്ട് തന്നെയാണ് പാസ് ചെയ്ത് പോകുന്നത്, തിരിച്ച് സെല്ലിലേക്ക് എത്തുന്നു. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ വരിക, വീണ്ടും നമ്മൾ സർക്യൂട്ട് റീഡ്രോ ചെയ്യുന്നു ഒറ്റ സിംഗിൾ റെസിസ്റ്ററായിട്ട്. ടു പ്ലസ് 1 + 4 + 1 അതായത് 8 ohm. സെല്ലും വരച്ചു.
അപ്പോൾ ആ റെസിസ്റ്റൻസിലതിനെ സിംഗിൾ സർക്യൂട്ടായിട്ട് മാറ്റി 8 ഓം ആണ് അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടിയത്. സിംഗിൾ റെസിസ്റ്ററുള്ള സർക്യൂട്ടാക്കി. അപ്പോൾ നമ്മളിവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുകയാണ്. ദി എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇക്വാലൻറ്റ് റെസിസ്റ്റൻസ് എന്തായാലും is equal to 8 ohm. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 16 വോൾട്ട് സെല്ലാണ്, 8 ഓം ആണ് അതിൻ്റെ റെസിസ്റ്റൻസ്. അപ്പോൾ അതിലൂടെയുള്ള കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. കറണ്ട് ഡ്രോൺ ഫ്രം ദി സെൽ I is equal to, from Ohm's law, I is equal to V by R. R എന്ന് പറയുമ്പോൾ R equivalent. That's equal to 16 by 8, 2 ampere. അതാണ് ആ സെല്ലിലൂടെ സർക്യൂട്ടിലൂടെ ആ റെസിസ്റ്ററിലൂടെ പാസ് ചെയ്തു പോകുന്ന കറണ്ട്, ടോട്ടൽ കറണ്ട്. അത് ഈ ജംഗ്ഷനിലെത്തുമ്പോൾ അത് എന്തായിട്ട് മാറി, സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഓരോന്നിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ I1 I2 ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്തു. എഗെയിൻ ആ I1 I2 ഇതിലൂടെ വന്ന് ബി എന്ന ജംഗ്ഷനിലെത്തുമ്പോൾ എഗെയിൻ I ആയിട്ട് വന്നു, 1 ഓമിലൂടെ പോയി. അടുത്ത ജംഗ്ഷനിലെത്തുമ്പോൾ വീണ്ടും സ്പ്ലിറ്റ് ആകുകയാണ്. അതിന് പേര് കൊടുക്കാം I3 I4. ഒരു പേര് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ, I3 I4. എഗെയിൻ അത് ജോയിൻ ചെയ്ത് 1 ഓമിലൂടെ സെല്ലിലേക്ക് പോകുന്നു. അപ്പോൾ അത് കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ. വിയും ആറും അറിഞ്ഞാലാണ് I കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ ഇവിടെ AB എന്നതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കണ്ടുപിടിക്കണം. VAB, അതേപോലെ VBC, അതേപോലെ VCD. ഇതിൻ്റെ ഇക്വാലൻ്റ് റെസിസ്റ്റൻസിൽ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു അല്ലേ. VAB എന്ന് പറയുമ്പോൾ അതിന് അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റർ എത്രയാണ് വരുന്നത് നമുക്കത് കണ്ടുപിടിക്കാം. അപ്പോൾ V കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, അതും ഓംസ് ലോയിൽ നിന്ന് തന്നെ VAB is equal to I into R അല്ലേ. അപ്പോൾ I into R എന്ന് പറഞ്ഞാൽ അതിന് ആ ABക്ക് അക്രോസ് ആയിട്ടുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ്, ABക്ക് അക്രോസ് ആയിട്ടുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താ, 2 ഓം ആണ്. അതിൻ്റെ എഫക്റ്റീവ് ഈ രണ്ട് കോമ്പിനേഷൻ്റെ ഈ രണ്ട് റെസിസ്റ്റൻസിൻ്റെ എഫക്റ്റീവാണ് 2 ഓം. അപ്പോൾ അവിടെ നമ്മൾ എഴുതുമ്പോൾ I into 2 that is equal to 2 into 2, 2 ആംപിയർ അല്ലേ കറണ്ട്, that is 4 വോൾട്ട്. അതുപോലെ VBC, ബിക്കും സിക്കും ഇടയിൽ I into അവിടുത്തെ റെസിസ്റ്റൻസ് ഒറ്റ റെസിസ്റ്റൻസേ ഉള്ളൂ 1 ഓം, കറണ്ട് ആണെങ്കിൽ 2 ആംപിയർ. വോൾട്ട്. അതുപോലെ തന്നെ VCD is equal to I into അതിൻ്റെ എക്വാലൻ്റ് റെസിസ്റ്റൻസ് അത് എത്രയായിരുന്നു, 4 അല്ലേ. അപ്പോൾ I into 4 ഓം, ദാറ്റ് ഈസ് 2 into 4, 8 വോൾട്ട് കിട്ടി. ഈ മൂന്നാണ് നമുക്ക് കിട്ടിയ VAB, VBC, VCD. ഇനി ഇവിടെ ഒരു 1 ഓം റെസിസ്റ്റർ ഉണ്ട്. ആ 1 ഓം എന്ന് പറയുന്നത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അതിൻ്റെ ക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവും. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമ്മൾ പറയും. അതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പാണ് ഈ സെല്ലിനകത്ത് നമുക്ക് ലോസായി പോകുന്നത്, വോൾട്ടേജ് ലോസായിട്ട് പോകുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് ആ 16 വോൾട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് കറണ്ട് കണ്ടുപിടിക്കണം. I1 is equal to I1 എന്ന് പറയുമ്പോൾ അതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിവൈഡഡ് ബൈ R റെസിസ്റ്റൻസ്. അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര, അവിടെ R എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട്, 4 ഓം ആണ് അവിടുത്തെ R എന്ന് പറയുന്നത്. അതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറയുന്നത് ABക്ക് ഇടയിലല്ലേ. അപ്പോൾ VAB ആണ് അതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ്. അതിനെ ക്രോസ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 4 വോൾട്ടാണ്. അപ്പോൾ VAB by
R1 ദാറ്റ്സ് ഈക്വൽ ടു VAB 4 അല്ലേ, 4 R1 എത്രയായിരുന്നു 4, 1 കൊടുക്കാം നമുക്ക്. R1 4/4 ദാറ്റ്സ് ഈക്വൽ ടു 1 ആംപിയർ. അപ്പോൾ I1 1 ആംപിയർ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ I2 കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ കറണ്ട് അല്ല അവിടെ എത്തിയിട്ട് സ്പ്ലിറ്റ് ആയത്. അപ്പോൾ ആ I മൈനസ് I1 ചെയ്താൽ നമുക്ക് I2 കിട്ടും. നമുക്ക് സാധാരണ രീതിയിൽ തന്നെ ചെയ്യാം. I2 ഇസ് ഈക്വൽ ടു അഗെയിൻ VAB ബൈ R2, ആ റെസിസ്റ്റൻസ് ദാറ്റ്സ് ഈക്വൽ ടു 4/4. ദാറ്റ്സ് ഈക്വൽ ടു അഗെയിൻ 1 ആംപിയർ. I1 പ്ലസ് I2 കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ കറണ്ട് 2 ആംപിയർ തന്നെ കിട്ടി. ഇനി അത് വന്നിട്ട് ഈ R3 എന്നുള്ള റെസിസ്റ്ററിലൂടെ 2 ആംപിയർ ആയിട്ട് തന്നെ പാസ് ചെയ്യാം സെൽ കറണ്ടായിട്ട്. ഓക്കെ, അപ്പോൾ കറണ്ട് ത്രൂ R3 is equal to 2 ആംപിയർ. ഇനി നമുക്ക് I3 കണ്ടുപിടിക്കണം. I3 is equal to I3 കണ്ടുപിടിക്കുമെന്ന് വെച്ചാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് VCD ബൈ R4 ദാറ്റ്സ് ഈക്വൽ ടു VCD എത്രയാ 8 വോൾട്ട് ബൈ 12 ദാറ്റ്സ് ഈക്വൽ ടു 2/3 ആംപിയർ. അതേപോലെ I4 ഇസ് ഈക്വൽ ടു VCD ബൈ R5 ദാറ്റ്സ് ഈക്വൽ ടു 8/6 ദാറ്റ്സ് ഈക്വൽ ടു 4/3 ആംപിയർ. ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് അഗെയിൻ കിട്ടുന്നത് I കറണ്ട് തന്നെ അല്ലേ. 2/3 പ്ലസ് 4/3 എന്ന് പറഞ്ഞാൽ 6/3 ദാറ്റ്സ് ഈക്വൽ ടു 2 ആംപിയർ തന്നെ കിട്ടും. ആ 2 ആംപിയർ ആണ് ഈ 1 ഓമിലൂടെ അഗെയിൻ സെല്ലിലേക്ക് പാസ് ചെയ്ത് പോകുന്നത്. സീരീസാണ്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എപ്പോഴും സീരീസ് ആയിട്ടാണ് കണക്റ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ അടുത്ത ആ വാല്യൂയും കൂടി നമുക്ക് എഴുതണം. നമ്മളെല്ലാം കണ്ടുപിടിച്ചു. I1, I2, I3, I4, I5, I6 അല്ലെങ്കിൽ I കറണ്ട് ത്രൂ R6 is equal to 2 ആംപിയർ. ഇത്രയാണ് നമ്മൾ ചെയ്തെല്ലാം. 8 ഓമാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്, കറണ്ട് 2 ആംപിയർ, പിന്നെ വോൾട്ടേജ് ഡ്രോപ്പ് VAB, VBC, VCD, അതുപോലെ തന്നെ എല്ലാ കറണ്ടും 6 റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് I1, I2, R3യിലൂടെയുള്ള കറണ്ട് I3, I4, I6 അല്ലെങ്കിൽ I കറണ്ട് ത്രൂ R6 അങ്ങനെ എല്ലാം കണ്ടുപിടിച്ചു. ഓക്കെ, സിമ്പിളാണ്. നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ.